ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ് കാണിക്കുന്നത്. നമ്മളിന്ന് നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ കുറച്ച് നേരം മഴ തുറന്നപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടായി. അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് താമര ഒക്കെ ഹൈറ്റിൽ പോയതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്തപ്പോൾ നന്നായിട്ട് ചാഞ്ഞു പോയി. എന്നാലും നമ്മളത് ഒരു കെട്ടി നിർത്തിയേക്കാണ്. പിന്നെ ഡാലിയയിൽ പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഡേയ്സി, അത്യാവശ്യം എല്ലാ പ്ലാന്റിലും പൂക്കളൊക്കെ ഉണ്ട്. മഴയാണെങ്കിലും പൂക്കളൊക്കെ ഉണ്ട്. പൂവൊന്നും അങ്ങനെ പോയിട്ടില്ല. ജറപറയാണെങ്കിലും പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ കുറേ പ്ലാന്റുകളൊക്കെ മഴയത്തു നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഗലേർഡിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ വിത്ത് പാവി മുളപ്പിച്ചതാണ്. അതിൽ ഈ ഒരു കളറാണ് പൂവുണ്ടായിരിക്കുന്നത്. പിന്നെ ചൈനീസ് ബോൾസം ഒരു 5-6 കളറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും ഇതൊക്കെ മഴയത്തുനിന്ന് കുറച്ച് മാറ്റി വെക്കണം. ഇപ്പം മഴയുണ്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ ഒരു വെയിലൊക്കെ തെളിയുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ. എല്ലാം നമുക്ക് മഴയത്തുനിന്ന് മാറ്റി വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഇത് നമ്മൾ മഴ കൊള്ളിക്കാതെ വെച്ചേക്കണ ഗ്ലോണിമുകളാണ്. പിന്നെ കുറച്ചൊക്കെ മഴയത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് നല്ല വെറൈറ്റികൾ നോക്കി മഴയത്ത് നിന്ന് മാറ്റി വെച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ അഴുകി പോവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മാറ്റി വയ്ക്കാനുണ്ട്. പിന്നെ ഇതൊന്നും പിന്നെ മഴ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത പ്ലാന്റുകളാണ്. നമ്മുടെ ചെത്തിയാണ്. ചെത്തി, നാടൻ ചെത്തിയും അല്ലാത്ത ചെത്തികളും, ചെത്തിക്കൊന്നും പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ നന്ദിയാർവട്ടം, മിനിയേച്ചർ ടൈപ്പ് അങ്ങനെയുള്ള ചെടികളൊന്നും നമ്മൾ മഴയത്ത് ഇരുന്നൊന്നിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെത്തിയൊക്കെ നന്നായിട്ട് നല്ല വലിയ പൂക്കളായിട്ട് നല്ല കൊല കുത്തി പൂക്കളുണ്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് നല്ല റെഡ് കളർ ചെത്തിയാണ്. നല്ല വലിയ പൂവുമാണ്. അങ്ങനെ അടുത്തത് ഇതൊരു എന്തോ ട്രംപറ്റ് അങ്ങനെ ആണ് ഇതിൻ്റെ പേര്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതും ഇപ്പോഴാണ് പൂവുണ്ടാവുന്നത്. നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂവുണ്ടാവുന്നു. ഇപ്പോൾ ഇത് ഹൈബ്രിഡ് ബൊഗൺവില്ലയാണ്. ഇതുമ്മേയും മഴയായിട്ടും ഇപ്പോഴും പൂവുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ മഴയത്തൊന്ന് മാറ്റി വെക്കണം. കണ്ടിന്യൂസായി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതും ഡാമേജായി പോവും. അപ്പോൾ അത് മാറ്റണം. പിന്നെ ഇത് ഫ്രണ്ടിൽ നിന്ന കുറച്ച് താമരകളാണ്. താമരയിൽ എല്ലാത്തിലും തന്നെ അത്യാവശ്യം പൂക്കളുണ്ട്. ഇനിയിപ്പോൾ മഴ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൂക്കൾ കുറയുമായിരിക്കും. എന്നാലും നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാണാനൊരു ഭംഗിക്ക് അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. ഇനി ഓരോന്നിൻ്റെ കട്ടിങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കണം.